ഹായ് സൗമ്യയാണേ. പുതിയ വീഡിയോയിലേക്ക് എവരെ സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ കാണുന്ന ചെടിയില്ലേ, കണ്ടിട്ടില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ വീടിൻ്റെയൊക്കെ മതിലിലും അതുപോലെ തന്നെ വഴിയരികിലും ഒക്കെ മഴക്കാലത്ത് ധാരാളമായി കാണുന്ന ഒരു ചെടിയാണ്. ഒരു പരിചരണവും അതുപോലെ തന്നെ ഒരു പരിഗണനയും നമ്മൾ ഈ ചെടിക്ക് കൊടുക്കാറില്ല. ഈ ചെടിയുടെ പേര് ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ സാധാരണ മതിൽ പച്ച എന്ന് പറയും. അതുപോലെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ പീലിയ മൈക്രോഫീലിയ എന്നാണ് കേട്ടോ. ഈ സസ്യത്തെ അലങ്കാര ചെടിയായിട്ട് വളർത്തുന്നവരുണ്ട് കേട്ടോ. അങ്ങ് ആമസോണിൽ വരെ ഇടം പിടിച്ചിരിക്കുന്നുണ്ട് ഈ കുഞ്ഞൻ ചെടി. ഈ കുഞ്ഞൻ ചെടി ഒരു ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാലിത് ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ. ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ ഒറ്റമൂലി. ഇത് കറി വെച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടോ, തോരനൊക്കെ വെച്ച് കഴിക്കുന്നവരും ഉണ്ട്. ഔഷധ സസ്യം, ഒറ്റമൂലി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പിടി ചെടി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ചെളിയും മണ്ണും ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. എന്നിട്ട് അതിന് നന്നായിട്ട് ഞരടി അതിൻ്റെ നീരെടുക്കുകയാണേ. വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് നീരെടുക്കാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ മാക്സിമം നീര് പിഴിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യുകയാണേ, കുറച്ച് മഞ്ഞൾപ്പൊടി. ആ നീരിനനുസരിച്ചുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർക്കുകയാണ്. ചേർത്ത് അതിനൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, എന്തോ കടിച്ചു, എന്നെ ഇന്നലെ എന്തോ കടിച്ചു, ഉറക്കത്തിൽ എന്നെ എന്തോ കടിച്ചു എന്നൊക്കെ പറയുന്നൊരു ഇതില്ലേ, എന്താ കടിച്ചതെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ അവർ പുറത്ത് കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ അവർ പറയാറുണ്ട്, എന്നെ എന്തോ കടിച്ചു അമ്മേ, നീറുന്നെന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് ഈ ഒരു കുഞ്ഞൻ ചെടിയെ പറിച്ചെടുത്ത് ഇതേപോലെ മിശ്രിതം ഉണ്ടാക്കി ആ കടിയെട്ടിയ ഭാഗത്ത് ഒന്ന് പുരട്ടുക. കടിയേറ്റ ഭാഗത്തെ നീറ്റൽ മാറാനും അതുപോലെ തന്നെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും ഇത് ഉത്തമമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.